മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എന്തായാലും ആ മുത്തശ്ശിയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി വേണം, എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവും. ഞങ്ങള് അമ്മയെ കൊണ്ടുവരാം സാർ. ഹേയ് വേണ്ട വേണ്ട, പ്രായമായവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നാണ്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. സാർ ആരെയും ആവശ്യമില്ലാതെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കില്ല. സാറിന്റെ ഒരു രീതി അങ്ങനെയാ. അപ്പൊ നമുക്കിറങ്ങാം. ഇപ്പൊ തന്നെ മുത്തശ്ശി കണ്ടയ്യാം. ശരി സാർ. സെല്ലേക്ക് ശരി സാർ, നടക്കണം. നടക്കുമോളെ. നടക്ക്. എന്നാലും ദാസേടന്റെ കയ്യിൽ നിന്ന് വിഗ്രഹം പിടിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഡ്വാൻസ് വരെ വാങ്ങി തന്നിട്ട് അവസാനം ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. മനുഷ്യൻ സ്വാർത്ഥന. അവന്റെ ഇഷ്ടങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും നേടിയെടുക്കാൻ എന്തു ചെയ്യാനും ആരെ ചതിക്കാനും അവന് മടിയില്ല. എന്നാലും ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതും ദാസേട്ടനല്ലേ. കമ്മീഷൻ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമല്ലോ. ഇനി അതല്ല, നമ്മുടെ കൂടെ എമൗണ്ട് ഷെയർ ചെയ്യാനായിരുന്നെങ്കിൽ അതും നമ്മൾ സമ്മതിച്ചേനെ. എടാ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിഗ്രഹം ഒളിച്ചു കൊണ്ടുവെക്കുന്നത് ദാസൻ കണ്ടിട്ടുണ്ടാവുമെന്ന. നിങ്ങൾ തിരിച്ചു കയറിപ്പോയ സമയത്ത് അവൻ വിഗ്രഹം കൊണ്ടുപോയി. എന്നാലും ഒരാൾക്ക് കൂടെ നിന്നിട്ട് എങ്ങനെ ചതിക്കാൻ തോന്നുന്നത്? സ്വന്തം വീട്ടിൽ നിന്നല്ലേ നീ വിഗ്രഹം എടുത്തോണ്ട് വന്നത്? അത് ചതിയല്ലേ? എനിക്ക് മാസാമാസം ഇപ്പൊ ചെലവിന് വരുന്നത് നിന്റെ ഹരിയച്ഛനല്ലേ? അപ്പോ ഞാൻ ചെയ്തതും ചതിയല്ലേ? അതൊക്കെ പണം കിട്ടുമെന്നും അതിലൂടെ സുഖവും സന്തോഷവും കിട്ടുമെന്നും സ്വപ്നം കണ്ടിട്ട് ചെയ്യുന്നതല്ലേ? ഓരോ പ്രതീക്ഷയിൽ മനുഷ്യർ പരസ്പരം ചതിക്കും. കൂട്ടുകാർക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും എല്ലാം ഇത് സംഭവിക്കും. ചതിക്കുന്നവന് ചതിക്കപ്പെടുന്നവന്റെ വേദനയെക്കുറിച്ച് ചിന്തയൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നെങ്കിലും സ്വയം അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവും. ദാസന് എല്ലാം നേടാൻ ഒരവസരം കിട്ടിയെന്ന് തോന്നിയപ്പോൾ നമ്മളെ ചതിച്ചു. അതിലിനി ആർക്കെങ്കിലും പങ്കുണ്ടോന്ന് മാത്രം അറിഞ്ഞാ മതി. അല്ല, എന്നെ എന്തിനാ നിങ്ങൾ നോക്കുന്നത്? ഞാൻ ദാസേട്ടനെ സഹായിച്ചിട്ടൊന്നുമില്ല. ആ സംശയം നിങ്ങൾക്കുണ്ടോ? വിഗ്രഹം ഇവിടുന്ന് മാറ്റാൻ പ്ലാൻ ചെയ്യുന്ന തൊട്ട് ഞാൻ ഇവിടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഞാനെങ്ങനെ ചതിക്കാനാ? ചതിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിനധികം സമയമൊന്നും വേണ്ട. സന്ദർഭമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിക്കോളും. എന്തായാലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എടാ, ഒരു കാര്യത്തിൽ നമുക്ക് ഭാഗ്യമുണ്ട്. വിഗ്രഹം വാങ്ങാൻ അഡ്വാൻസ് തന്നവര് നമ്മളെ അന്വേഷിച്ച് വന്നാ നമുക്ക് പേടിക്കണ്ട. അതെന്താ? എടാ, നമുക്ക് 30 ലക്ഷം രൂപ തന്നിട്ട് ദാസൻ അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും നമുക്ക് അതിന്റെ യഥാർത്ഥ വില അറിയില്ല എന്നും പറഞ്ഞു നിൽക്കാവല്ലോ. അത് ശരിയാ. വിഗ്രഹം പോലീസുകാരുടെ കയ്യിലായതുകൊണ്ട് അവർക്കിനി നമ്മളൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അതെ. എന്നാലും എത്ര കോടികൾ കയ്യിൽ വരുമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും സ്വപ്നങ്ങൾ കണ്ടു കൂട്ടിയതാ. എല്ലാം വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കേ. പണം ഉണ്ടാക്കാൻ ജീവിതത്തിൽ ഇനി അവസരങ്ങൾ ഉണ്ടാവും. ജീവിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ പോട്ടേന്ന് വെക്കണോടാ. അല്ല പിന്നെ. നാലഞ്ച് തലമുറകൾക്ക് മുൻപ് തറവാട്ടിലെ കാരണവർക്ക് അദ്ദേഹത്തിന്റെ ഗുരു കൊടുത്തതാണ് ആ വിഗ്രഹം. അന്നു മുതൽ അത് തറവാട്ടിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് കൃത്യമായി ഉപാസിച്ചു വന്നിരുന്നതാണ്. എന്റെ മുത്തച്ഛന്റെ കാലത്താണ് ആ വിഗ്രഹം കാണാതെ പോകുന്നത്. ആരോ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം മോഷ്ടിക്കുകയായിരുന്നു. ആ ദിവസം തന്നെ എന്റെ അച്ഛനെയും കാണാതായി.
അന്ന് ക്ഷേത്ര പരിസരത്ത് ഒരാൾ മരിച്ചു കിടന്നിരുന്നു. അയാൾക്ക് എന്തു പറ്റിയതാണെന്ന് അന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇന്നത്തെ പോലെ മരണം തിരിച്ചറിയാൻ പറ്റുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. പിന്നെ ആ വിഗ്രഹം തിരിച്ച് നിങ്ങളുടെ കയ്യിൽ വന്നത് എങ്ങനെയാ? അത് മീരമോള് ബലിയിടാൻ പോയപ്പോ കടൽ തീരത്ത് നിന്ന് കിട്ടിയതാ. ഈ വിഗ്രഹം ആദ്യം നഷ്ടപ്പെടുന്ന സമയത്ത് സാവിത്രിയമ്മ കൊച്ചുകുട്ടിയായിരുന്നില്ലേ? അതെ, അന്നെനിക്ക് 6 or 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മീരയ്ക്ക് ആ വിഗ്രഹം തിരിച്ചു കിട്ടിയത് 10-50 വർഷങ്ങൾക്ക് ശേഷമല്ലേ? അതെ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കാണാതിരുന്ന ആ വിഗ്രഹത്തെ നിങ്ങൾക്ക് മീരയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അതെങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു? അതിനിടയിൽ ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്റെ കണ്ണിൽ നിന്നോ മനസ്സിൽ നിന്നോ ഭഗവാന്റെ രൂപം മറിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, കടലിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞ പോലെ ആ വിഗ്രഹം ഞാൻ മിക്കപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. അതുപോലെ മീരമോളും കുട്ടിയായിരുന്ന സമയം തൊട്ടേ ആ വിഗ്രഹം സ്വപ്നം കണ്ടിരുന്നു. അതെ, ഞാൻ അതുപോലൊരു വിഗ്രഹം വേണമെന്ന് വാശി പിടിച്ചിരുന്നു. അന്ന് മീര വാശി പിടിച്ചിരുന്നത് സാധാരണ വിഗ്രഹത്തിന് വേണ്ടിയാണെന്ന് കരുതി ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അന്ന് മീര പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ടതുപോലത്തെ വിഗ്രഹം വേണമെന്നാ. അന്ന് കടൽ തീരത്ത് വെച്ച് വിഗ്രഹം കിട്ടിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട വിഗ്രഹം തന്നെയാണതെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം മുത്തശ്ശിയും അമ്മാവനും കൂടി വിഗ്രഹം കാണാൻ വന്നു. ഞങ്ങൾ ഹരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വിഗ്രഹത്തിൽ നിറയെ പായലും ചിപ്പിയൊക്കെ പിടിച്ച അവസ്ഥയിലായിരുന്നു. എന്നിട്ട് പോലും അമ്മയ്ക്ക് ആ വിഗ്രഹം ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അന്ന് മുതൽ അത് പൂജാമുറിയിലേക്ക് വെക്കുകയും മീര വിഗ്രഹത്തെ എന്നും പൂജിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായത്. അത്രയും ശക്തിയുള്ള ചൈതന്യം ആ വിഗ്രഹത്തിലുള്ളത്. അതിപ്പോ കള്ളന്മാര് കൊണ്ടുപോയ ശേഷം ഞങ്ങൾ അനുഭവിച്ച സങ്കടത്തിന് കയ്യും കണക്കുമില്ല. ഇപ്പൊ സാറത് കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനായത്. ഏതായാലും ഇപ്പൊ അറസ്റ്റ് ചെയ്തവർ ഇതുവരെ ആ വിഗ്രഹം ഹരിയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. അതൊക്കെ അവര് നുണ പറയുന്നതാവും സർ. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും കള്ളന്മാര് സത്യം പറയൂ? പെട്ടെന്ന് അങ്ങനെ ആരും സത്യമൊന്നും പറയില്ല. പക്ഷേ ഞങ്ങൾക്കത് പറയിക്കാൻ അറിയാം. പിന്നെ നുണ പറയുന്നവരെയും കള്ളത്തരം കാണിക്കുന്നവരെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനും ഞങ്ങൾക്ക് കഴിയും. അപ്പോ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ കഥകളൊക്കെ കൊള്ളാം, എനിക്കതിഷ്ടമായി. ഇതൊന്നും കഥയല്ല സർ, നടന്ന സംഭവങ്ങളാ. ആയിരിക്കാം, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ കോടതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമായിരുന്നുവെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ വിഗ്രഹം നഷ്ടപ്പെട്ടതുവരെ ഓക്കെയാണ്. അന്ന് ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്ന് നിങ്ങൾ മോഷണത്തിനും മാൻ മിസ്സിങ്ങിനും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് തപ്പിയെടുക്കാം. അതിനുശേഷമുള്ള കഥകളാണ് പ്രശ്നം. അതിൽ പലതും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളാണ്. നിർഭാഗ്യവശാൽ ഈ സ്വപ്നങ്ങളൊക്കെ റീകാൾ ചെയ്യാനും അത് സത്യമാണെന്ന് തെളിയിക്കാനുമുള്ള ഒരു എക്യുപ്മെന്റ്സും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ മീരയ്ക്ക് കടൽ തീരത്ത് നിന്ന് കിട്ടിയ വിഗ്രഹം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട വിഗ്രഹം തന്നെയാണെന്ന് തെളിയിക്കാൻ സാവിത്രിയമ്മ നൽകുന്ന മൊഴിയല്ലാതെ മറ്റൊന്നുമില്ല. 6 വയസ്സിൽ കണ്ട വിഗ്രഹം 60 വയസ്സിലും ഓർത്തിരിക്കുന്നുവെന്ന് കോടതിയെ വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടാണ്. അപ്പോ സാറ് പറയുന്നത് ഞങ്ങൾ ഇതിലെല്ലാം നുണ പറയുന്നു എന്നാണോ? അങ്ങനെ ഞാൻ പറയില്ല. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം. എങ്കിലും സാങ്കേതികമായി ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ബലിയിടുന്ന സമയത്ത് മണ്ണിൽ തെളിഞ്ഞു കണ്ടതാണ് ആ വിഗ്രഹം. അവിടെ നിന്നാണ് മീരയ്ക്ക് അത് കിട്ടിയത്, ശരിയല്ലേ? അതെ. നമ്മുടെ നിയമം അനുസരിച്ച്
ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം വസ്തുക്കളുടെ എല്ലാ അവകാശിയും സർക്കാരാണ്. അതിന് 100 വർഷത്തിൽ കൂടുതൽ പഴക്കം കൂടി ഉണ്ടെങ്കിൽ അതെല്ലാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഈശ്വര, അന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിയിക്കാതെ കോടിക്കണക്കിന് മൂല്യമുള്ള ഈ വിഗ്രഹം സ്വന്തമാക്കി വച്ചത് തന്നെ കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ അവകാശം ഉന്നയിക്കുന്ന ഈ വിഗ്രഹം തിരിച്ചു കിട്ടാൻ അല്പം പ്രയാസമായിരിക്കും. അതെന്ത് നിയമമാണ് സർ? ഞങ്ങൾ ആ വിഗ്രഹത്തെ പൂജിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഈ പറഞ്ഞ കോടിക്കണക്കിന് പണം ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി അത് തിരിച്ചു കിട്ടിയാലും ഞങ്ങൾക്കത് പൂജിക്കാൻ തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം ആയിരുന്നു അതെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ് ചിലപ്പോൾ കോടതി സ്വീകരിച്ചേനെ. അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണല്ലോ സർ. എന്നിട്ട് ആ ക്ഷേത്രം എവിടെ? ആ, സാവിത്രി അമ്മയിൽ നിന്നും കാര്യങ്ങൾ നേരിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആ വിഗ്രഹം തിരിച്ചു കിട്ടണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. നിയമം വിട്ടൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോടതിയെ ബോധിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം കോടതിയെ ബോധിപ്പിക്കാനും അവസരം കിട്ടും. ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി സാർ. ശരി, ഓക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് പറ. ഇയാളിതെന്ത് പോലീസാ? നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലത്ര. ആ വിഗ്രഹം നമുക്ക് തിരിച്ചു തന്നിട്ട് ആ കള്ളന്മാർക്ക് 2 അടി കൊടുത്ത് വിട്ടാ പോരെ? പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ പരാതികളും കോടതി വരെ എത്താറില്ലല്ലോ. എത്രയോ കേസുകള് സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർപ്പാക്കി വിടുന്നു. ഇയാൾക്കിത് അങ്ങനെ ചെയ്താ പോരെ? ഇനി കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ പറയുന്നത്? മണ്ടത്തരം പറയാതെ തന്നെ. പോലീസുകാരെല്ലാരും കൈക്കൂലിക്കാരൊന്നുമല്ല. നല്ല പോലീസുകാർ എത്രയോ പേര് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ശുദ്ധൻ ചിലപ്പോ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അയാള് സത്യസന്ധനായതുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ടത് തിരിച്ചു കിട്ടാതെയായി. ഇനി കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിഗ്രഹം തിരിച്ചു പിടിക്കേ രക്ഷയുള്ളൂ. നല്ലൊരു വക്കീൽ വിചാരിച്ചാൽ ചിലപ്പോൾ വിഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ മുന്നിൽ ഇനി അങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിക്ക് നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി വക്കീലിനെ കണ്ടാലോ? അതെ, അതിന് വൈകിക്കണ്ട. വിഗ്രഹം തിരികെ വാങ്ങാൻ നമുക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. പിന്നെ ആ വിഗ്രഹം നിങ്ങളുടെ കുടുംബ സ്വത്താണെന്നും അത് പാരമ്പര്യമായി കൈമാറി വന്നതാണെന്നും നമ്മൾ തെളിയിക്കണം. അതങ്ങനെ തന്നെയാണ്. ആ വിഗ്രഹം കുടുംബക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാ. അത് ശരിയായിരിക്കാം. പക്ഷേ വിഗ്രഹം കടലിൽ നിന്ന് കിട്ടിയതാണെന്ന് നിങ്ങൾ മൊഴി കൊടുത്തിട്ടില്ലേ? ആ ഉണ്ട്. അത് പ്രശ്നമാണ്. പബ്ലിക് പ്ലേസിൽ നിന്ന് കിട്ടിയ വില പിടിച്ച ഒരു വസ്തു നിങ്ങളുടേതാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈവശം വച്ചിരിക്കുന്നതായിട്ടേ കോടതി പോലും വിശ്വസിക്കൂ. ക്ഷേത്രത്തിൽ ഇരുന്ന വിഗ്രഹം കുട്ടിക്കാലത്ത് മുത്തശ്ശി കണ്ടിട്ടുള്ളതാ. കടൽ തീരത്തുനിന്ന് കിട്ടിയ വിഗ്രഹം അത് തന്നെയാണെന്ന് മുത്തശ്ശി തിരിച്ചറിഞ്ഞതുമാണ്. അതൊക്കെ നിങ്ങൾ വിഗ്രഹം സ്വന്തമാക്കുന്നതിനായിട്ട് നുണ പറഞ്ഞതാണെങ്കിലോ? ഇത് നുണയല്ല. ഈശ്വരന്റെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും നുണ പറയോ? കോടതിയിൽ വിഗ്രഹം ഈശ്വരനല്ല, കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു പുരാവസ്തു മാത്രമാണ്. അത് തലമുറകളായി നിങ്ങൾക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയ വസ്തുവാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് തിരികെ കിട്ടൂ. അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിലേക്ക് അത് കണ്ടുകെട്ടും. വക്കീലെ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഗ്രഹം കടൽ തീരത്തു നിന്ന് കിട്ടിയതാണെന്ന മൊഴി മാറ്റണം. ആ വിഗ്രഹം തലമുറകളായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം?
വിഗ്രഹം പണ്ട് കാണാതെ പോയപ്പോൾ കൊടുത്ത പെറ്റീഷൻ ആ CA ഇപ്പൊ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ടാവും. അത് കോൾഡ് കേസ് ആയിരുന്നില്ലേ? ആ അതെ, ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് CA അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞതും. അത് പറഞ്ഞതാണ് കുഴപ്പമായത്. ഇനി നമ്മൾ മറ്റെന്തെങ്കിലും കഥയുണ്ടാക്കണം. അതൊന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നുവെന്നും മനോജിന്റെ അമ്മയുടെ അച്ഛനോ മറ്റോ കുടുംബ പ്രശ്നത്തെ തുടർന്ന് വിഗ്രഹം അവിടുന്ന് മാറ്റി വെച്ചതായിരുന്നുവെന്ന് വരുത്തി തീർക്കണം. എന്തിനാ അത്രയൊക്കെ നുണ പറയുന്നത്? സത്യത്തിൽ ഇത് ക്ഷേത്രത്തിലെ വിഗ്രഹം തന്നെയാണ്. പുരാവസ്തുക്കളെ റിസർച്ച് ചെയ്യുന്നവർക്ക് അത് പ്രൂവ് ചെയ്യാൻ സയന്റിഫിക് ആയിട്ടുള്ള വഴികളുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരിക്കൽ വിഗ്രഹം പുരാവസ്തു വകുപ്പിൽ എത്തിപ്പെട്ടാൽ അത് അവിടുന്ന് തിരിച്ചു വാങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന പല കേസുകളും കാലതാമസം വരുത്തി നീതി കിട്ടേണ്ട ആള് മരിച്ചതിന് ശേഷം വിധി വരുന്ന എത്ര സംഭവങ്ങൾ നടക്കുന്നു ഇവിടെ. അതുകൊണ്ട് ആ വിഗ്രഹം നമ്മുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് തിരികെ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലാതെ സത്യം പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ വേറെ തെളിവുകൾ കൂടി കൊടുക്കണം. അതില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന തെളിവുകൾ വച്ച് നമുക്ക് സത്യങ്ങൾ സൃഷ്ടിക്കാം. അമ്മേ, അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ മോനെ? ആ മീരയുടെ വിഗ്രഹം കിട്ടിയെന്ന്. എവിടുന്നാ കിട്ടിയത്? യാദൃശ്യമായിട്ട് പോലീസുകാര് കള്ളന്മാരെ പിടിച്ചപ്പോ വിഗ്രഹം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഭാഗ്യം. മീരയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. പാവം കുട്ടി. ആ വിഗ്രഹം പോയതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ആ സുഭദ്രേച്ചി, മീരയുടെ വിഗ്രഹം തിരിച്ചു കിട്ടി. നന്നായി. ആ കുട്ടിക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്. ആന്റിയിലെ മീരയ്ക്ക് വിഗ്രഹം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ഭാവി പറച്ചിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വിഗ്രഹം മീരയുടെ കയ്യിൽ പഴയ രീതിയിൽ കിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മീര അവളുടെ ജനന സമയം പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫലത്തിലും വ്യത്യാസം ഉണ്ടാവും. ആ ഇനിയിപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനേ പറ്റൂ. മീരയുടെ ജനന സമയത്തിൽ മാറ്റം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ വീട്ടിലുള്ളവരുടെ ജനന സമയവും ജാതകവും ഒക്കെ ആന്റിക്ക് അറിയാലോ. ഫ്ലാറ്റിന്റെ കേസിൽ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് ആന്റിക്കൊന്ന് പറയാമോ? ഇപ്പൊ നമ്മൾ നല്ല ക്രൈസിസിലല്ലേ. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ വീഴുന്ന കണ്ണീരെല്ലാം ശാപമാണ്. ഇപ്പോഴും ഇതിനൊരു മാറ്റമില്ല അല്ലേ? ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ചേച്ചി പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് സാരമില്ല, പതിയെ പതിയെ ശരിയായിക്കോളും. നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം. ആദർശിന്റെ പേരിൽ കുറച്ച് വഴിപാടുകൾ കഴിക്കണം. അവന് വിശ്വാസം ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാലോ. അതിന്റെ പ്രയോജനം അവന് കിട്ടിക്കോളും. അത് നല്ല കാര്യമാ. ഭഗവാനെ, എല്ലാ പ്രശ്നങ്ങൾക്കും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ. ഇനി ഒരിക്കലും നമുക്ക് ആ വിഗ്രഹം തിരിച്ചു കിട്ടില്ല അച്ഛാ. എന്റെ മോൾ എന്നു മുതൽ അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയത്? എന്ത് കാര്യത്തെയും പോസിറ്റീവായി കാണുന്ന കുട്ടിയായിരുന്നില്ലേ മോള്? പിന്നെന്താ ഇങ്ങനെ? നമ്മൾ ഒരുമിച്ചല്ലേ എല്ലായിടത്തും പോയത്? അവര് പറഞ്ഞല്ല മോളും കേട്ടതല്ലേ? എനിക്കറിയില്ല അച്ഛാ, മനസ്സിലാകെ ടെൻഷനാ. എല്ലാം എനിക്ക് അച്ഛനോട് മാത്രമല്ലേ തുറന്നു പറയാൻ പറ്റൂ. എന്റെ കൃഷ്ണന്റെ വിഗ്രഹം എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നുള്ള തോന്നലാ. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ വക്കീല് സമർത്ഥന. വാദിച്ച കേസിൽ അയാൾ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയെങ്കിലും ആ വിഗ്രഹം നമുക്ക് തിരിച്ചെടുത്തു തരും. അത് നമ്മുടെ വിഗ്രഹമാണെന്ന് നമ്മൾ എങ്ങനെ കോടതിയിൽ തെളിയിക്കും? അതൊക്കെ സാധിക്കും. കള്ളന്മാര് കൊണ്ടുപോയ വിഗ്രഹം ഇപ്പൊ തിരിച്ച് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയില്ലേ? ഇതുവരെ അത് എവിടെയായിരുന്നു എന്ന് പോലും നമുക്കറിയില്ലായിരുന്നല്ലോ. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായില്ലേ മോളെ? അതിനി നമ്മുടെ കയ്യിലേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത് ഉടനെ എത്തിക്കോളും. അച്ഛൻ പറയുന്നൊക്കെ ശരിയാ.
പക്ഷേ എന്താണെന്നറിയാത്തൊരു ടെൻഷൻ മനസ്സിലുണ്ട്. ആ വിഗ്രഹം ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ലെന്നൊരു തോന്നല് മനസ്സിൽ ശക്തമാവുന്നുണ്ട്. അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ. പലരും അങ്ങനെയൊക്കെ മോളോട് പറഞ്ഞില്ലേ? അതൊക്കെ ഉള്ളിൽ കിടക്കുന്നോണ്ട് തോന്നുന്നതാ. മോള് ധൈര്യമായിട്ടിരിക്കുക. മോള് തനിച്ചല്ല, അച്ഛൻ മോൾക്കൊപ്പം ഉണ്ടെന്ന് അറിയില്ലേ? ഏത് വിധേനയും അച്ഛനത് തിരിച്ചു വാങ്ങിത്തരാൻ ശ്രമിക്കും. അച്ഛന് മോൾക്ക് വിശ്വാസമില്ലേ?